ശാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മതേഷ് ബൈബിൾ ക്വിസ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളെയും സുവിശേഷം അറിയിക്കുവിൻ എന്ന ദിവ്യനാഥന്റെ വാക്കുകൾ ഉൾക്കൊണ്ട് നമ്മൾ ആരംഭിച്ച ഈ പ്രോഗ്രാം ആദ്യ ആഴ്ചകളിൽ തന്നെ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. സുവിശേഷം പങ്കുവയ്ക്കുവാൻ ദൈവത്തോടും മനുഷ്യരോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആ ലക്ഷ്യം നമ്മൾ കണ്ടു തുടങ്ങി എന്നതിനർത്ഥമാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം അറിയുക വഴി അവർക്കുണ്ടായ ദൈവാനുഭവങ്ങൾ. ഇനിയും ഒരുപാട് പേരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടാൻ അവർക്കിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ പുതിയൊരു എപ്പിസോഡ് നമുക്കിവിടെ ആരംഭിക്കാം. വചനം മറ്റുള്ളവരിലേക്ക് പകരുക എന്ന ലക്ഷ്യവുമായി ഇന്നത്തെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇന്നും നമുക്ക് 3 ടീമുകളാണുള്ളത്. അവരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ടീം മിഖായേൽ. മോളി ഘട്ടക്കയം, ചാത്തങ്കോട്ടുതട സോഫിയ ചർച്ച് ഇടവകയിൽ നിന്നും. ഉഷാറോബിൻ, ചാത്തൻകൂട്ടനട. ടീം മിഖായേലിനെ സഹായിക്കാൻ അവരുടെ കൂടെ ഒരു സപ്പോർട്ടിംഗ് ടീമുണ്ട്. ടീം മിഖായേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. ലിസി ചേന്നംകുളത്ത്, സേക്രഡ് ഹാർട്ട് ഫൊറോന ചർച്ച് തിരുവാമ്പാടി. ആലിസ് വെള്ളാരംകുന്നേൽ, സേക്രഡ് ഹാർട്ട് ഫൊറോന ചർച്ച് തിരുവാമ്പാടി. തിരുവമ്പാടിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ടിംഗ് ടീം ടീം റാഫേലിന് കൂടിയുണ്ട്. ടീം റാഫേലിനെ അവരുടെ സപ്പോർട്ടിംഗ് ടീമോട് കൂടി നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി നമ്മുടെ മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ. ഷിൻസി ജോഷി, സെന്റ് മേരീസ് ചർച്ച് പനമ്പലാവ്. സിനി ഷാജി, സെന്റ് മേരീസ് ചർച്ച് പനമ്പലാവ്. ടീം ഗബ്രിയേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അജി അച്ഛനെയാണ്. അദ്ദേഹം എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നും രണ്ടും റൗണ്ടുകൾ വിജയകരമായി പൂർത്തിയാക്കി 3-ാം റൗണ്ടിലേക്ക് വന്ന 3 ടീമുകളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു, വിജയാശംസകൾ നേരുകയും ചെയ്യും. 3-ാം റൗണ്ടിലെ ആദ്യ റൗണ്ട് വചനം തിരുവചനം റൗണ്ട് തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളില്ല. ഓരോ ടീമിനോടും ഓരോ ചോദ്യങ്ങൾ. ശരിയായ ഉത്തരത്തിന് 30 മാർക്ക്. ശരിയായ ഉത്തരം അറിയില്ലെങ്കിൽ സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം പറയാം, 20 മാർക്കുകൾ ലഭിക്കും. ഈ റൗണ്ടിന്റെ പ്രത്യേകത ഇത് നോൺ പാസിംഗ് റൗണ്ട് ആയിരിക്കും, പാസ് ചെയ്യുന്നതല്ല. ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും 30 സെക്കൻഡാണ് നിങ്ങൾക്ക് ഉത്തരം പറയുവാനായി ലഭിക്കുക. സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഉത്തരം പറയേണ്ടതാണ്. സമയത്തിന് ശേഷം പറയുന്ന ഉത്തരങ്ങൾ പരിഗണിക്കുന്നതല്ല. 1-ാം റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം മിഖായലിനോടാണ്. ശ്രദ്ധിക്കുക. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ദിദിമോസ് എന്ന തോമസ് പറഞ്ഞു. ഓപ്ഷൻ എ, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. മരിക്കാനായി നമുക്കും അവനോട് കൂടെ പോകാം. ഓപ്ഷൻ എ. ഓപ്ഷൻ എ,
ശരിയായ ഉത്തരമാണ്. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ടീം മിഖായലിന് 30 മാർക്കുകൾ ലഭിക്കുന്നു. വചനം തിരുവചനം റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിനോട്. മർത്തായോട് യേശു പറഞ്ഞു. ലാസറിനെ ഉയർപ്പിക്കാൻ ചെന്ന സമയത്താണ് പറഞ്ഞത്. മർത്തായോട് യേശു പറഞ്ഞു. യേശു എന്താണ് പറഞ്ഞത്? ഓപ്ഷൻ എ, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഓപ്ഷൻ ബി, പുനരുത്ഥാനവും ജീവനും ഞാനാണ്. ഓപ്ഷൻ സി, ജീവനും പുനരുത്ഥാനവും ഞാനാണ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഉത്തരം ശരിയാണ്. ടീം റാഫേലിനും 30 മാർക്കുകൾ ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ശരിയായ വചനം പറയുക. ഓപ്ഷൻ എ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഓപ്ഷൻ ബി, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. ഓപ്ഷൻ സി, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിനും 30 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. വചനം തിരുവചനം റൗണ്ട് പൂർത്തിയാകുമ്പോൾ 3 ടീമിനും സന്തോഷിക്കാവുന്ന അവസ്ഥയിലാണ്. 3 പേർക്കും പോയിന്റുകൾ ലഭിച്ചിരിക്കുന്നു. ശരിയായ സ്കോർ അറിയുവാൻ നമുക്ക് ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി. ആദ്യ റൗണ്ട് അവസാനിക്കുമ്പോൾ 3 ടീമുകളും ഒരേപോലെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 3 ടീമുകളും 30 പോയിന്റുകൾ വീതം നേടിയിരിക്കുന്നു. രണ്ടാം റൗണ്ട് ആരംഭിക്കുന്നു. വിഷ്വൽ റൗണ്ട്. ഓരോ ടീമിനോടും 3 ചോദ്യങ്ങൾ. ആദ്യം ഒരു വിഷ്വൽ സ്ക്രീനിൽ കാണിക്കും. അത് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം 2 ചോദ്യങ്ങൾ കൂടി. ഓരോ ചോദ്യത്തിനും 10 മാർക്ക് വീതം. ശരിയായ ഉത്തരങ്ങൾ പറഞ്ഞാൽ ഒരു ടീമിന് 30 മാർക്കുകൾ സമ്പാദിക്കാം. എന്നാൽ ഉത്തരം തെറ്റിയാൽ മൈനസ് മാർക്കുണ്ട്. ഓരോ തെറ്റായ ഉത്തരത്തിനും 5 മൈനസ് മാർക്കുകളാണ് ടീമിന് ലഭിക്കുക. എന്നാൽ സപ്പോർട്ടിംഗ് ടീം ആ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞാൽ മൈനസ് മാർക്കിൽ നിന്ന് ടീമിനെ ഒഴിവാക്കുന്നതായിരിക്കും. ആദ്യ ചോദ്യം ടീം റാഫേലിനോട്. വിഷ്വൽ ശ്രദ്ധിക്കുക. Six days before the Passover, Jesus went to Bethany, the home of Lazarus, the man he had raised from death. They prepared a dinner for him there, which Martha helped serve. Lazarus was one of those who were sitting at the table with Jesus. Then Mary took a whole pint of a very expensive perfume made of pure nard, poured it on Jesus' feet, and wiped them with her hair. The sweet smell of the perfume filled the whole house. One of Jesus' disciples, Judas Iscariot, the one who was going to betray him, said, "Why wasn't this perfume sold for 300 silver coins and the money given to the poor?" He said this not because he cared about the poor, but because he was a thief. He carried the money bag and would help himself from it. Leave her alone. Let her keep what she has for the day of my burial. You will always have poor people with you, but you will not always have me. യെസ്, വിഷ്വൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതാണ് ഈ ദൃശ്യ ആവിഷ്കാരം? വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിലാണ് ഉള്ളത്? ഏതാണ് സംഭവം? പറയുക. 12-ാം അധ്യായത്തിലെ തൈലാഭിഷേകമാണ്. യെസ്, ഏത് പുസ്തകത്തില്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ തൈലാഭിഷേകം 1 മുതൽ. യെസ് യെസ് യെസ്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിലെ തൈലാഭിഷേകമാണ് ഇപ്പോൾ അവിടെ ദൃശ്യത്തിൽ കണ്ടത്. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കുന്നു. 10 മാർക്കുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം
തൈലാഭിഷേകം നടത്തിയ സ്ത്രീയെ കുറ്റപ്പെടുത്തി ചിലർ സംസാരിക്കുന്നുണ്ട്. എന്നാൽ യേശു ആ സ്ത്രീയെ ആശ്വസിപ്പിക്കുകയാണ്. എന്തു പറഞ്ഞാണ് യേശു അവളെ ആശ്വസിപ്പിക്കുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, അവളെ തടയണ്ട, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ഓപ്ഷൻ ബി, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതട്ടെ. ഓപ്ഷൻ സി, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്ത അവളെ തടയണ്ട. ശരിയായ ഓപ്ഷൻ പറയുക. ഓപ്ഷൻ എ. ഓപ്ഷൻ എ, അവളെ തടയണ്ട, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന് 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. വിഷ്വൽ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം ടീം റാഫേലിനോട്. ചോദ്യം ശ്രദ്ധിക്കുക. ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. കാരണം കൃത്യമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷൻസ് ഇല്ല. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. ശരിയായ ഉത്തരമാണ്. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. ഉത്തരം ശരിയാണ്. ടീം റാഫേലിന് വിഷ്വൽ റൗണ്ടിലെ 3 ചോദ്യങ്ങളും ശരിയായി പറഞ്ഞ് 30 മാർക്കുകൾ നേടിയിരിക്കുന്നു. ടീം റാഫേലിന് അഭിനന്ദനങ്ങൾ. വിഷ്വൽ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോട്. വിഷ്വൽ ശ്രദ്ധിക്കുക. Deeply moved once more, Jesus went to the tomb, which was a cave with a stone placed at the entrance. Take the stone away. There will be a bad smell, Lord. He has been buried 4 days. Didn't I tell you that you would see God's glory if you believed? They took the stone away. Jesus looked up. I thank you, Father, that you listen to me. I know that you always listen to me. But I say this for the sake of the people here, so that they will believe that you sent me. Lazarus! Come out! He came out, his hands and feet wrapped in grave clothes, and with a cloth round his face. യെസ്, ദൃശ്യം വളരെ വ്യക്തമാണ്. ഏതാണ് എന്ന് പറയുക. ഏത് പുസ്തകത്തിലാണ്, ഏത് അധ്യായത്തിലാണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം ലാസറിനെ ഉയർപ്പിക്കുന്നു. ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അധ്യായം 11, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. ടീം ഗബ്രിയേലിന് 10 മാർക്കുകൾ ലഭിക്കുന്നു. ടീം ഗബ്രിയേലിനോടുള്ള രണ്ടാമത്തെ ചോദ്യം. ലാസറിന്റെ കബറിടത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ശവകുടീരത്തിന് മുമ്പിൽ യേശു കണ്ണുയർത്തി പറഞ്ഞു. അങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണുയർത്തി പറഞ്ഞു. പറഞ്ഞത് എന്ത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയും. ഓപ്ഷൻ ബി, എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ പിതാവേ ഞാൻ അങ്ങേക്ക് നന്ദി പറയും. ഓപ്ഷൻ സി, എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ പിതാവേ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ശരിയായ ഓപ്ഷൻ പറയും. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിന് 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. ടീം ഗബ്രിയേലിനോടുള്ള മൂന്നാമത്തെ ചോദ്യം.
ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിൽ അല്ലെങ്കിൽ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം യേശു അവസാനം ആ ഒരു സംഭവത്തിൻ്റെ അവസാനം അവരോട് പറഞ്ഞ വാക്കുകൾ എന്താ? യേശു ലാസറിനെ ഉയർപ്പിച്ചു. ഉയർപ്പിച്ചതിന് ശേഷം യേശു ഏറ്റവും അവസാനമായിട്ട് ആ സംഭവത്തിൽ ഏറ്റവും അവസാനമായിട്ട് സംസാരിക്കുന്ന വാക്കുകൾ എന്ത്? അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. ശരിയായ ഉത്തരമാണ്. അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. ടീം ഗബ്രിയേൽ വിഷ്വൽ റൗണ്ടിലെ 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞ് 30 പോയിന്റുകളും കരസ്ഥമാക്കിയിരിക്കുന്നു. വമ്പിച്ച മുന്നേറ്റം തന്നെയാണ്. അഭിനന്ദനെ. വിഷ്വൽ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കുക. Tell us what's going to happen. I salute your royal. You're going to save us, Your Majesty. You're going to save us. This man too was with Jesus. Woman, I don't even know him. I saw them together. You're humble, sir. You are one of them too. But I am not. There is no doubt that this man was with Jesus because he's also a Galilean. Go away. I don't know what you're talking about. വിഷ്വൽ വളരെ ഹൃദ്യമാണ്, വളരെ ശ്രദ്ധേയമാണ്, ഹൃദയസ്പർശിയാണ്. ഏതാണ് ആ വിഷ്വൽ, ആ ദൃശ്യം ഏതാണ്? ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നും പറയുക. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്ന അധ്യായം 18-ാം അധ്യായം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം. യെസ്, നിങ്ങളുടെ മുഴുവൻ ഉത്തരവും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം ശരിയാണ്. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു. ദൃശ്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം. ടീം മിഖായേൽ 10 പോയിന്റുകൾ നേടുന്നു. അടുത്ത ചോദ്യം. വാതിൽ കാവൽക്കാരിയായ പരിചാരിക. ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചത് എന്ത്? ആദ്യം പത്രോസ് യേശുവിനെ തള്ളി പറയുന്നത് ആദ്യം അവിടെയാണ്. ശരി, എന്ത് ചോദ്യമാണ് ചോദിച്ചത്? ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ ശ്രദ്ധിക്കുക. നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? ഓപ്ഷൻ ബി, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? നീയും യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? ഓപ്ഷൻ ബി. ശരിയായ ഉത്തരമാണ്. ടീം മിഖായേലിന് വീണ്ടും 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. ഈ റൗണ്ടിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം ടീം മിഖായേലിനോടാണ് ചോദിക്കുന്നത്. ചോദ്യം: ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ? ഈ ചോദ്യം പത്രോസിനോട് ചോദിച്ചതാര്? ഇതിന് ഓപ്ഷൻ ഇല്ല. പ്രധാന പുരോഹിതന്റെ ഭൃത്യന്മാരിൽ ഒരുവനും പത്രോസിന്റെ ചെവി ഛേദിച്ചവനുമായ സേവകന്റെ ചാർച്ചക്കാരിലൊരുവൻ. ഒരിക്കൽ കൂടി പറയുക, ഉത്തരത്തിൽ അപൂർണതയുണ്ട്. പ്രധാന പുരോഹിതന്റെ ഭൃത്യന്മാരിൽ ഒരുവനും ശരിയാണ്. പത്രോസ് ചെവി ഛേദിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഭൃത്യന്റെ ചാർച്ചക്കാരനുമായ ഒരുവൻ.
സേവകൻ ഒരുവൻ. ഓക്കെ, കൂടുതൽ പറഞ്ഞ് അത് ഒരു ചെറിയ തെറ്റാണ് ഉണ്ടായിരുന്നത്. അത് ആദ്യത്തെ പത്രോസിന്റെ ചെവി അല്ല ഛേദിച്ചത്, പത്രോസ് ചെവി ഛേദിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരുവൻ. ആദ്യം പറഞ്ഞതിൽ അങ്ങനെ ഒരു തെറ്റ് വന്നായിരുന്നു. പക്ഷേ അത് ഞാൻ അവഗണിക്കുകയാണ്. ആ തെറ്റ് പറഞ്ഞതിലുള്ള തെറ്റായിട്ട് പരിഗണിക്കുന്നു. രണ്ടാമത് പറഞ്ഞപ്പോൾ അത് ശരിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്കിലും ഓരോ ചോദ്യവും വളരെ കൃത്യമായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. രണ്ടാമത് പറഞ്ഞപ്പോൾ ഒരാവശ്യമില്ലാത്തൊരു കാര്യം കൂട്ടിച്ചേർത്തു. സേവകന്മാരിൽ ഒരുവൻ ചാർച്ചക്കാരനായ ഒരുവനാണ്. അപ്പം അതുകൊണ്ട് ശരിയായ ഉത്തരം ഇപ്രകാരമാണ്: പ്രധാന പുരോഹിതന്റെ ഭൃത്യരിൽ ഒരുവനും പത്രോസ് ചെവി ഛേദിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരുവൻ. അതുകൊണ്ട് നിങ്ങളുടെ 3 മാർക്കുകൾ ഞാൻ കുറയ്ക്കുകയാണ്. നിങ്ങൾക്ക് 10 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നത്. 3 മാർക്ക് കുറയ്ക്കുന്നു, 7 മാർക്കാണ് മൂന്നാമത്തെ ചോദ്യത്തിന് ടീം മിഖായലിന് ലഭിക്കുന്നത്. വിഷ്വൽ റൗണ്ട് അവസാനിക്കുമ്പോൾ 3 ടീമുകളും ഏകദേശം ഒപ്പത്തിനൊപ്പം തന്നെ, വളരെ ചെറിയൊരു വ്യത്യാസം മാത്രം. കൃത്യമായ പോയിന്റുകൾ നമുക്കറിയാം. ജോസ്മിയിലേക്ക്. ജോസ്മി. ടീം മിഖായേൽ 57 പോയിന്റ്സ്, ടീം റാഫേൽ 60 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 60 പോയിന്റ്സ്. 2 റൗണ്ടുകൾ പൂർത്തിയാകുന്നു. മൂന്നാമത്തെ റൗണ്ട് റാപ്പിഡ് റൗണ്ടാണ്. ഓരോ ടീമിനും 1 മിനിറ്റ് നൽകുന്നതാണ്. 1 മിനിറ്റിനുള്ളിൽ എത്ര ചോദ്യങ്ങൾക്ക് വേണമെങ്കിലും ഉത്തരം നൽകാവുന്നതാണ്. ഓരോ ചോദ്യത്തിനും 5 മാർക്കുകൾ വീതം. ആകെ നിങ്ങൾക്ക് പറയാവുന്ന അനുവദിക്കപ്പെട്ടിരിക്കുന്ന പാസ് 3 ആയിരിക്കും. 3-ൽ കൂടുതൽ പാസുകൾ പറഞ്ഞാൽ അനുവദിക്കുന്നതല്ല. ഓരോ ചോദ്യത്തിനും നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ അടുത്ത ചോദ്യം പെട്ടെന്ന് തന്നെ ചോദിക്കുന്നതായിരിക്കും. ആകെ നിങ്ങളുടെ സമയം 1 മിനിറ്റ് ആണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യ ചോദ്യം ടീം ഗബ്രിയേലിനോട്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. വരാപ്പുഴ അതിരൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാപ്പോലീത്ത ആര്? പാസ്. വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷന്റെ പ്രഥമ സഭാംഗം? പാസ്. 2019 എത്ര വൈദികരാണ് രക്തസാക്ഷികളായത്? 11. ഉറക്കെ പറയൂ. 11. തെറ്റായ ഉത്തരമാണ്. ഏറ്റവും കൂടുതൽ വൈദികർ രക്തസാക്ഷികളായത് ഏത് വൻകരയിൽ? നിങ്ങളുടെ പാസിംഗ് കഴിഞ്ഞിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയം ഏത്? ചാണക്യപുരി, ന്യൂഡൽഹി. തെറ്റായ ഉത്തരമാണ്. ML സുക്കോളച്ചൻ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ രാജ്യം? ടൈം ഈസ് അപ്പ്. നിങ്ങളുടെ സമയം പൂർണ്ണമായിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയം കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസ്. വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു, നഷ്ടപ്പെടുത്തി കളഞ്ഞു. ബാക്കി നിങ്ങൾക്ക് വരാപ്പുഴ അതിരൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് അട്ടിപ്പേറ്റി, വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷന്റെ പ്രഥമ സഭാംഗം ഫാദർ വർക്കി കാട്ടാറത്ത്. 2019 എത്ര വൈദികരാണ് രക്തസാക്ഷികളായത്? 18 വൈദികർ. ഏറ്റവും കൂടുതൽ വൈദികർ രക്തസാക്ഷികളായത് ആഫ്രിക്കൻ വൻകരയിൽ. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ML സുക്കോളച്ചൻ, ഒരു വിശുദ്ധനായ വൈദികൻ, ജനിച്ചത് ഇറ്റലിയിൽ, മരിച്ചത് നമ്മുടെ ഈ അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ്. കോഴിക്കോട് രൂപതയിലാണ് അദ്ദേഹം സേവനം ചെയ്തിരുന്നത്. ML സുക്കോളച്ചൻ ഇറ്റലിയിൽ ജനിച്ച വ്യക്തിയാണ്. നിങ്ങൾക്ക് ഈ റൗണ്ടിൽ മാർക്കുകൾ ഒന്നും ലഭിക്കുന്നില്ല. റാപ്പിഡ് റൗണ്ട് റാപ്പിഡായിട്ട് കടന്നു പോയിരിക്കുന്നു. നിങ്ങൾക്ക് ടീം ഗബ്രിയേലിന് പോയിന്റുകൾ ലഭിക്കുന്നില്ല. അടുത്ത ചോദ്യം ടീം മിഖായലിലേക്ക്. ചോദ്യം: 47ാമത് മാർച്ച് ഫോർ ലൈഫ് റാലി നടക്കുന്ന രാജ്യം ഏത്? കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രഥമ മെത്രാൻ ആര്?
ജോസഫ് പുളിക്കൽ. ജോസഫ് പുളിക്കൽ. ഉത്തരം തെറ്റാണ്. മരിയ വിയാനി പുണ്യവാളൻ ജനിച്ച സ്ഥലം ഏത്? പാസ്. കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്ന് മരിയ വിയാനിയെ വിശേഷിപ്പിച്ച മാർപ്പാപ്പ ആര്? പാസ്. നിങ്ങളുടെ പാസ് കഴിഞ്ഞിരിക്കുന്നു. വത്തിക്കാൻ പ്രസ് ഓഫീസിന്റെ വൈസ് ഡയറക്ടറായി നിയമിതയായ വനിത ആര്? പാസ്. നിങ്ങളുടെ പാസ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വീണ്ടും പാസ് പറഞ്ഞു. 3 പാസ്സാവുന്ന നിങ്ങൾക്ക് അർഹതപ്പെട്ടത്. 4ാമത്തെ പാസ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവസരമില്ല. 3 പാസുകൾ. 4ാമത്തെ എന്തെങ്കിലും ഉത്തരം നിങ്ങൾ പറയേണ്ടതായിരുന്നു. ഓക്കെ, നിങ്ങൾക്കും റാപ്പിഡ് റൗണ്ടിൽ നിന്ന് മാർക്കുകൾ ഒന്നും ലഭിക്കുന്നില്ല. പൊതുവിജ്ഞാനം വായിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സൺഡേ ശാലവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, 47ാമത് മാർച്ച് ഫോർ ലൈഫ് റാലി നടക്കുന്ന രാജ്യം അമേരിക്കയാണ്. വാഷിംഗ്ടൺ DC വെച്ചാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജോസഫ് പൗവത്തിൽ. മരിയ വിയാനി ജനിച്ച സ്ഥലം ഫ്രാൻസിലെ ഡാർജിലി എന്ന ഗ്രാമത്തിലാണ്. അടുത്തത് കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്ന് മരിയ വിയാനിയെ വിശേഷിപ്പിച്ച മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമനാണ്. വത്തിക്കാൻ പ്രസ് ഓഫീസിന്റെ വൈസ് ഡയറക്ടറായി നിയമിതയായ വനിത ക്രിസ്ത്യാന മുറേ എന്ന വനിതയാണ്. ക്രിസ്ത്യാന മുറേ. നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾക്കും നിങ്ങൾ നേരിട്ട ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ സാധിച്ചില്ല. ടീം റാഫേലിലേക്ക് വരുന്നു. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മാർ ഇവാനിയോസ്. ശരിയായ ഉത്തരമാണ്. കോപ്റ്റിക് സഭ സ്ഥാപിച്ച സുവിശേഷകൻ ആര്? പാസ്. കോപ്റ്റിക് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? എന്താണ്? പാസ്. പോണ്ടിഫെക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ബ്രിഡ്ജ് മേക്കർ. ബ്രിഡ്ജ് മേക്കർ. ശരിയായ ഉത്തരമാണ്. സഭയെ ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് വിളിച്ചത് ആര്? ഒരിജൻ. ശരിയായ ഉത്തരമാണ്. പൗലോസിന്റെ പ്രസംഗം കേട്ട് നിദ്രയിലായി 3ാം നിലയിൽ നിന്ന് താഴെ വീണ യുവാവിന്റെ പേര് എന്ത്? ശരിയായ ഉത്തരമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ രചിച്ചത് ആര്? വിശുദ്ധ ലൂക്ക. പൗലോസ് എത്രാം? ടൈം ഈസ് അപ്പ്. 7 ചോദ്യങ്ങളാണ് നിങ്ങൾ നേരിട്ടത്. 7 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ശരിയായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. 2 ചോദ്യങ്ങളാണ് പാസ് പറഞ്ഞത്. പാസ് പറഞ്ഞ ചോദ്യം കോപ്റ്റിക് സഭ സ്ഥാപിച്ച സുവിശേഷകൻ മർക്കോസ് ആണ്. കോപ്റ്റിക് എന്ന വാക്കിന്റെ അർത്ഥം ഈജിപ്ത് അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് 5 ശരിയായ ചോദ്യങ്ങൾ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് 25 മാർക്കുകൾ ലഭിക്കുന്നു. 25 മാർക്കുകൾ. അഭിനന്ദനം. 3 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ഓരോ ടീമിനും കിട്ടിയ പോയിന്റുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക്. ജോസ്മി. ടീം മിഖായേൽ 57 പോയിന്റ്സ്. ടീം റാഫേൽ 85 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 60 പോയിന്റ്സ്. 4ാം റൗണ്ട് സപ്പോർട്ടേഴ്സ് റൗണ്ട്. സപ്പോർട്ടേഴ്സ് റൗണ്ടിൽ കിസ് മാസ്റ്റർ തന്റെ ദൗത്യം അല്പമൊന്ന് വെച്ച് മാറുകയാണ്. ഈ റൗണ്ടിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവിടെ വേദിയിൽ നിൽക്കുന്ന ടീമുകളാണ്. അവരാണ് സപ്പോർട്ടിംഗ് ടീമിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ടീം മിഖയേൽ ചോദ്യം ചോദിക്കുന്നത് ടീം ഗബ്രിയലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടായിരിക്കും. ടീം റാഫേൽ ചോദ്യം ചോദിക്കുന്നത് ടീം മിഖയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടായിരിക്കും. ടീം ഗബ്രിയൽ ചോദ്യം ചോദിക്കുന്നത് ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടായിരിക്കും. ഈ റൗണ്ടിൽ പോയിന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്രകാരമായിരിക്കും. ചോദ്യം ചോദിക്കുന്ന ടീമിന് 10 പോയിന്റുകൾ ലഭിക്കും. സപ്പോർട്ടിംഗ് ടീം ഉത്തരം പറഞ്ഞില്ല എങ്കിൽ, സപ്പോർട്ടിംഗ് ടീം ഉത്തരം പറയുകയാണെങ്കിൽ അവർക്ക് 15 പോയിന്റുകൾ ലഭിക്കും. ആദ്യ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആദ്യ ചോദ്യം ടീം മിഖായേലിന്റെ ടീമിനോടാണ്. നിങ്ങൾ
വചനം പഠിക്കുവാനും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന് വേണ്ടി ഒരുങ്ങുവാനും ഒക്കെ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഈ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അടുത്ത ജീവിത കാലഘട്ടത്തിലോ വളരെ ദൈവാനുഭവം ഉണ്ടായ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു വചനം പഠിക്കാൻ. പിന്നീട് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് നന്നായിട്ട് സമയം ചെലവെടുത്ത് വചനം പഠിക്കാനുള്ളൊരു അനുഗ്രഹം ദൈവം തന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഈ പെനുവേൽ മദേഴ്സ് ക്വിസിൽ വന്ന പിന്നെയുള്ള ഏറ്റവും വലിയ മാറ്റം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനും ജീവിതക്രമത്തിനും ഒക്കെ ഒരു വ്യത്യാസവും കൂടുതൽ സമാധാനം എന്തൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായും. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു അനുഭവം തന്നെയാണത്. വചനം വായിച്ചതിലൂടെ പഠിച്ചതിലൂടെ വലിയൊരു വ്യത്യാസം വന്നു എന്നാണ് മിഖായൽ ടീമിന്റെ ഒരംഗത്തിന് പറയാനായിട്ടുള്ളത്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്ന് ആദ്യത്തെ പ്രാവശ്യം തന്നെ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഇത് നന്നായി പഠിക്കണം എന്ന് തന്നെ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പഠിച്ചു, എന്നാലും നമുക്ക് അത്ര പോരാ. ഞങ്ങൾക്ക് എന്തോ ഒരു ഭയങ്കര ടെൻഷനും ബേജാറും ഒക്കെ ആയിരുന്നു. ഇതെങ്ങനെയാണ് ഇത് കൊണ്ടുപോവുക എന്നൊക്കെ, മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെ. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനോടും സിസ്റ്റേഴ്സിനോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ തന്നെ. മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പം ഞങ്ങൾക്ക് കുറേ ദിവസങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആദ്യം തന്നെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, എന്താണെങ്കിലും നമ്മൾക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ കഴിയട്ടെ, ആർക്കും പിന്നെ ഒരു വിശ്വാസക്കുറവോ ഒന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അന്നേരം ഞങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമായി, ദൈവം നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യം തരുമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ധൈര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നേറുന്നത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ 7 പേർക്കും ഭയങ്കര ഒരു ദൈവാനുഭവമാണ്. അങ്ങനെയാണ്. തീർച്ചയായും ദൈവ അനുഗ്രഹം, ദൈവത്തിന്റെ കൃപ വിവിധ രീതിയിൽ ഓരോ ടീമിലേക്കും മാതാക്കളിലേക്കും വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമ്മൾ കേൾക്കുന്നത്. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിൽ ആർക്കെങ്കിലും? ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ട് ഞങ്ങൾ നല്ല ഉത്സാഹത്തിലായിരുന്നു. വചനം പഠിച്ചതും ഇവിടെ എത്തിയതും ആദ്യത്തെ റൗണ്ട് ഞങ്ങൾ ഫസ്റ്റ് പ്രൈസോടെയാണ് ഇവിടുന്ന് പോയത്. രണ്ടാമത്തെ റൗണ്ടിലും സാമാന്യം നന്നായി ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. മൂന്നാമത്തെ റൗണ്ട് ആയപ്പോഴേക്കും ഞങ്ങളുടെ മെയിൻ ടീം അംഗമായ ഞങ്ങളുടെ ലിജിക്ക് ശാരീരികമായ അസ്വസ്ഥതകളായിരുന്നു. ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് എന്ന് തന്നെ പറയാം, ആ ഒരു അവസ്ഥയിൽ വന്നു. പിന്നെ കണ്ണിന് ചെറിയൊരു ശരിക്കും നമുക്ക് വായിക്കാനോ അങ്ങനെയൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് അവളെത്തി. അവൾക്ക് മെയിൻ ടീമിൽ മത്സരിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങൾ ഈ മത്സരം ക്വിറ്റ് ചെയ്താലോ എന്നായിരുന്നു ഞങ്ങളെല്ലാവരും ആദ്യം ആലോചിച്ചത്. അങ്ങനെ തീരുമാനം എടുക്കുകയും ചെയ്തതാണ്. അവസാന നിമിഷത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഞങ്ങളുടെ വികാരിയച്ഛനും ഞങ്ങളുടെ ആനിമേറ്റർ സിസ്റ്ററും എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഞങ്ങളുടെ പഠനം ഏതുവഴി എത്തിയെന്ന് പോലും എനിക്ക് പറയാൻ കഴിയില്ല. എന്നാലും ഈ മത്സരത്തിൽ പങ്കെടുക്കണം, വചനം പങ്കുവയ്ക്കണം എന്നുള്ള ആ ഒരു വിശ്വാസത്തിലും ആ ഒരു സന്തോഷത്തിലുമാണ് ഞങ്ങളുടെ ഈ അവസാന നിമിഷം എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തെത്തും എന്നെനിക്ക് പറയാൻ കഴിയില്ല, എന്നാലും ഞങ്ങളിവിടെ എത്തി എന്ന് മാത്രം, അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ആൾക്കൊന്ന് മൈക്ക് കൊടുക്കുക, അയാൾ സംസാരിക്കട്ടെ. യെസ്. എന്നിട്ട് അച്ഛാ, ഞാനിവിടെ എത്തുമെന്ന് തന്നെ വിചാരിച്ചില്ല. എനിക്ക് 1 മാസം മുമ്പാണ് പെട്ടെന്ന് രാത്രിയിൽ തീരെ വയ്യാണ്ടായി. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് പറയുന്നത് ചെറിയൊരു ഹാർട്ട് അറ്റാക്കാണ്. അപ്പം പിന്നെ അതിനുശേഷം എൻ്റെ 2 കണ്ണുകൾക്ക് ഇൻഫെക്ഷൻ വന്നു. എനിക്ക് വായിക്കാനോ ഒന്നും പറ്റില്ല, കണ്ണ് പഴുത്ത് ഇങ്ങനെ അടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു വായിക്കാനോ ഒന്നും പുറത്തേക്ക് നോക്കാനോ ഒന്നും, ഇങ്ങനെ കണ്ണുകൾ അടച്ചിട്ട് കിടക്കുക. അതുപോലെ തന്നെ എനിക്ക് അറ്റാക്കിൻ്റെ ഇതുള്ളത് കൊണ്ട് ടെൻഷനോ ഇനി. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ബൈബിൾ ക്വിസിൽ ഇങ്ങനെ പങ്കെടുക്കണം. എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ അച്ഛനറിയാലോ, ഞങ്ങളൊരു മലയോര ഒരു കൊച്ചിടവകയാണ്. അപ്പോൾ ആ ഇടവകയെ ഒരു 5 റൗണ്ടിൽ എത്തിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പം മാനസികമായിട്ട് ഞാൻ തന്നെ തകർന്നു പോയി. കാരണം എനിക്ക് 2 ചെറിയ മക്കളാണ്. മോന് 2 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് പറയാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ ഇവർ എല്ലാവരും, വികാരി അച്ഛനും ആനിമേറ്റർ സിസ്റ്റർ, ഇവരും ഒപ്പം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ യാത്ര ചെയ്യരുതെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇവരെല്ലാവരും ചോദിച്ച അനുവാദം വാങ്ങിയാണ് വീട്ടിൽ നിന്ന് വിട്ടത്. ഇവർ കെയർ ചെയ്ത് തന്നെ കൊണ്ടുവന്നു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ മരുന്നൊക്കെ കഴിച്ചാണ് ഇരിക്കുന്നത്.
എന്താണെങ്കിലും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതുകൊണ്ട് എനിക്ക് വലിയ ഒന്നും പറയാൻ രോഗത്തിൽ പറ്റില്ല. ദൈവം സൗഖ്യം നൽകി കഴിഞ്ഞു തന്നെ എന്ന് വിശ്വസിക്കാം. കർത്താവിന് സൗഖ്യം നൽകാൻ കഴിയുന്നവനാണ്. ഇവർക്ക് പ്രാർത്ഥന മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും വാഗ്ദാനം ചെയ്യുന്നു. ഇനിയും പഠിക്കുക, മുന്നോട്ട് പോവുക. ക്വിസ് മത്സരത്തിൽ വിജയമോ പരാജയമോ ഒന്നും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. വിജയം തീർച്ചയായിട്ടും സന്തോഷകരമാണ്, പരാജയം ദുഃഖകരമാണ്. എങ്കിൽ കൂടി അതിനേക്കാൾ എല്ലാം അപ്പുറത്ത് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആ ഒരു പരീക്ഷയിൽ സഹോദരി വിജയിച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാം. ടീം മിഖായലിനാണ് ആദ്യ ചോദ്യം ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിക്കേണ്ടത് ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. യെസ്. അപ്പോൾ യഹൂദർ പറഞ്ഞു, ആരെയും വധിക്കുന്നതിന് നിയമം ഞങ്ങൾ അനുവദിക്കുന്നില്ല. ഏത് വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നത് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. യേശു പറഞ്ഞ ആ വചനം ഏതാണ്? ക്രിസ്റ്റോ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണോ? അപ്പോൾ യഹൂദർ പറഞ്ഞു, ആരെയും വധിക്കുന്നതിന് നിയമം ഞങ്ങൾ അനുവദിക്കുന്നില്ല. ഏത് വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നത് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ ഒരു വചനം പൂർത്തിയാക്കാനാണ് ഇത് സംഭവിച്ചത്. യേശു പറഞ്ഞ ആ വചനമേത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. രണ്ട് ഭാഗത്ത് ഇത് ആവർത്തിക്കുന്നുണ്ട് ബൈബിൾ. മിസ്റ്റർ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇക്കാര്യം നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരം പറയും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന കർത്താവിന്റെ വചനമാണ് അവിടെ ശരിയായ ഉത്തരമായി വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം. അപ്പോളോസ് അക്കായയിൽ ചേർന്നതിന് ശേഷം കൃപാവരം മൂലം വിശ്വാസം സ്വീകരിച്ചവരെ വളരെയധികം സഹായിച്ചു. എപ്രകാരമാണ് സഹായിച്ചത്? ആവർത്തിക്കുക, ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുക. അപ്പോളോസ് അക്കായയിൽ എത്തിച്ചേർന്ന ശേഷം കൃപാവരം മൂലം വിശ്വാസം സ്വീകരിച്ചവരെ വളരെയധികം സഹായിച്ചു. എപ്രകാരമാണ് സഹായിച്ചത്? പ്രവർത്തനങ്ങളിൽ നിന്നാണ്. വചനം പങ്കുവയ്ക്കുന്നതിന്, വിശ്വാസത്തിൽ നയിക്കുന്നതിനും സഹായിച്ചു എന്ന്. സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരം പറയും. അവൻ പൊതുസ്ഥലങ്ങളിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു യേശു തന്നെയാണെന്ന് തെളിയിക്കുകയും യഹൂദരെ വാക്കിൽ മുട്ടിക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം സഹായിച്ചിരുന്നത് കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടീം മിഖായലിന് 2 ചോദ്യങ്ങൾ ചോദിച്ചതിനും ടീം ഉത്തരം പറയാത്തത് കൊണ്ട് 20 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്തത് ടീം റാഫേൽ. ചോദ്യം ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോട്. സഭാപിതാക്കന്മാർക്കുണ്ടായിരിക്കേണ്ട 4 സവിശേഷതകൾ എന്തെല്ലാം? പൗരാണികത, ജീവിത വിശുദ്ധി, സഭയെക്കുറിച്ചുള്ള ശരിയായ പഠനം, ഉത്തരം പൂർണ്ണമായില്ല. സമയം കഴിഞ്ഞിരിക്കുകയും ചെയ്യും. ശരിയായ ഉത്തരം പറയാം. പൗരാണികത, ജീവിത വിശുദ്ധി, വിശ്വാസ സംബന്ധമായ ശരിയായ പഠനം, സഭയുടെ അംഗീകാരം. ഈ 4 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങളും കൂടെ വരുമ്പോഴേ പൂർണ്ണമായ ഉത്തരമാവുകയുള്ളൂ. ഇത് മത്സരമായതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റുകൾ സാധ്യമല്ല. പ്രത്യേകിച്ച് ടീമുകൾ തമ്മിൽ ചോദിക്കുന്ന ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ആൾ ചോദിക്കും. വിഭക്ത ഭരണ കാലഘട്ടം ഏത്? ആവർത്തിക്കുക ചോദ്യം. വിഭക്ത ഭരണ കാലഘട്ടം ഏത്? വിഭക്ത ഭരണ കാലഘട്ടം ഏത്?
അറിയില്ല. യെസ്, ശരി ഉത്തരം പറയാം. BC 931 721. BC 931 മുതൽ 721 വരെയാണ്. ടീം റാഫേലിന് 20 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലാണ് ചോദിക്കേണ്ടത് ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. യെസ്, ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു, കാരണം എനിക്കതിൻ്റെ ചരിത്രം അറിയാം. ആരുടെ വാക്കുകളാണ്? യൂജിൻ കർദിനാൾ ഡിസ്റാങ്. ഒരിക്കൽ കൂടി. യൂജിൻ കർദിനാൾ ഡിസ്റാങ്. ശരിയായ ഉത്തരമാണ്. റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് 15 പോയിന്റുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. പൗലോസ് ആഥൻസിൽ താമസിക്കവേ അവന്റെ മനസ്സിൽ ശോഭമുണ്ടാകാൻ കാരണമെന്ത്? ആവർത്തിക്കുക, ഒരിക്കൽ കൂടി. പൗലോസ് ആഥൻസിൽ താമസിക്കവേ അവന്റെ മനസ്സിൽ ശോഭമുണ്ടാകാൻ കാരണമെന്ത്? നഗരത്തിൽ വിഗ്രഹങ്ങൾ കിടക്കുന്ന കണ്ടപ്പോൾ അവന് ശോഭം വന്നു. ഒരിക്കൽ കൂടി ആവർത്തിക്കുക. നഗരത്തിൽ വിഗ്രഹങ്ങൾ കൂടിക്കിടക്കുന്നത് കണ്ടപ്പോൾ അവന് ശോഭമുണ്ടായി. ഉത്തരം പൂർണ്ണമല്ല. നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടതുകൊണ്ട്. കൂടിക്കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. കൂടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആദരവും ഇല്ലാതെ കൂടിക്കിടക്കുകയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉത്തരം ശരിയായി തന്നെ പറയേണ്ടതുണ്ട്. ടീം ഗബ്രിയേലിന് 10 മാർക്കുകൾ ലഭിക്കുന്നു. ടീം ഗബ്രിയേൽ 10 മാർക്ക് നേടും. ഈ എപ്പിസോഡിലെ 4 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഓരോ ടീമിനും ലഭിച്ചിരിക്കുന്ന പോയിന്റുകൾ നമുക്കറിയാം. ജോസ്മി. ടീം മിഖായേലിന് ലഭിച്ചിരിക്കുന്നത് 77 പോയിന്റ്സ്. ടീം റാഫേൽ 120 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 70 പോയിന്റ്സ്. 4 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുന്നു. 3 ടീമുകളിൽ 2 ടീമുകൾ ഏകദേശം ഒപ്പത്തിനൊപ്പം. ടീം മിഖായേലിന് 77 പോയിന്റുകൾ, ടീം റാഫേലിന് 120 പോയിന്റ്, ടീം ഗബ്രിയേലിന് 70 പോയിന്റുകൾ. മെഗാ ബോണസ് റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രവചനാതീതമായ റൗണ്ടാണ്. ആരും വിജയത്തിലേക്ക് കയറാം. വിജയത്തിൽ കയറിയെന്ന് വിചാരിക്കുന്നവർക്ക് താഴേക്കും പോകാൻ അവസരമുള്ള സാധ്യതകളും അതോടൊപ്പം അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്ന റൗണ്ടാണ് മെഗാ ബോണസ് റൗണ്ട്. ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. ഈ ചോദ്യത്തിന്റെ പ്രത്യേകതകൾ ഇതിനു മുമ്പ് ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം. 3 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഓരോ ചോദ്യത്തിനും വ്യത്യസ്തമായ മാർക്കുകൾ. ആദ്യ ചോദ്യത്തിന് 10 പോയിന്റ്, രണ്ടാമത്തേതിന് 15, മൂന്നാമത്തേതിന് 25 പോയിന്റുകൾ. ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 10, ഉത്തരം തെറ്റിയാൽ 10 മാർക്കുകൾ നഷ്ടമാകും. 10 മാർക്കുകൾ നഷ്ടമാകും. 10 മാർക്കുകൾ നഷ്ടമാകുമെന്ന് മാത്രമല്ല, തൊട്ടടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്കുള്ള അവസരവും നിങ്ങൾക്ക് നഷ്ടമാകും. ശ്രദ്ധിക്കുക. ആദ്യ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നതെന്ന് പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യത്തിൽ പ്രൊസീഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാനുള്ള അവസരവും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. ടീം റാഫേൽ, നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നോ ക്വിറ്റ് ചെയ്യുന്നു? ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്? വിജ്ഞാന മുത്തുകൾ ഭാഗത്തു നിന്നാണ്. പ്രൊസീഡ് ചെയ്യുന്നു. യെസ്. എങ്കിൽ നിങ്ങളോടുള്ള ആദ്യ ചോദ്യം, ഈ ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ആദ്യ ചോദ്യം, പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടില്ലാത്ത സുവിശേഷം ഏത്? പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടില്ലാത്ത സുവിശേഷം ഏത്? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം യോഹന്നാനാണ്.
പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടില്ലാത്ത സുവിശേഷം യോഹന്നാനാണ്. നിങ്ങളുടെ 10 മാർക്കുകൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നു. ടീം റാഫേലിന്റെ 10 മാർക്കുകൾ നഷ്ടമാകുന്നു. ടീം ഗബ്രിയേലിലേക്ക് നിങ്ങളോട് ചോദിക്കുന്ന പഠന ഭാഗം വിജ്ഞാനമുത്തുകൾ. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. യെസ്. ചോദ്യം ഇതാണ്: മാർപ്പാപ്പമാരുടെ അവിഞ്ഞോൺ പ്രവാസത്തിന്റെ കാലഘട്ടം ഏത്? സമയം തീർന്നിരിക്കുന്നു. നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. മാർപ്പാപ്പമാരുടെ അവിഞ്ഞോൺ പ്രവാസത്തിന്റെ കാലഘട്ടം അത് വിജ്ഞാനമുത്തുകൾ എന്നുള്ള ചോദ്യമാണ്. 1309 മുതൽ 1377 വരെ 10 മാർക്കുകൾ ടീം ഗബ്രിയേലിന് നഷ്ടമാകും. അടുത്ത ചോദ്യം ടീം മിഖായലിനോടാണ്. പഠനഭാഗം സൺഡേ ഷാലോമിനെ അധികരിച്ചുള്ള പൊതുവിജ്ഞാനമാണ്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? ക്വിറ്റ് ചെയ്യുന്നു. അതെന്താ ക്വിറ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ എല്ലാം വളരെ ടഫായിട്ട് തോന്നി. നന്നായിട്ട് പഠിച്ചതാ, പക്ഷെ ഒറ്റ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റില്ല. വല്ലാതെ ഒരു നിരാശ. എങ്ങനെയാണെന്ന് അറിയില്ല. വേറെ ഏത് ഭാവമാണെങ്കിലും പ്രൊസീഡ് ചെയ്ത് തന്നെ, പക്ഷേ ഇത് സൺഡേ ആയതുകൊണ്ട് പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ള ചോദ്യമായതുകൊണ്ടാണ്. യെസ്, നിങ്ങൾ ക്വിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ 3ാം റൗണ്ടിലെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പൂർണ്ണമാകുമ്പോൾ ഓരോ ടീമിന് ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 110 പോയിന്റുമായി ടീം റാഫേൽ. 77 പോയിന്റുമായി 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടീം മിഖായേൽ. ടീം ഗബ്രിയേലിന് ലഭിച്ചിരിക്കുന്നത് 60 പോയിന്റ്സ്. മത്സരം പൂർണ്ണമാകുന്നു. 2 ടീമുകൾ, ടീം റാഫേൽ തിരുവമ്പാടി ഇടവകയെ പ്രതിനിധീകരിക്കുന്ന ടീം റാഫേലും ചാത്തൻകോട്ടുനട ഇടവകയെ പ്രതിനിധീകരിക്കുന്ന ടീം മിഖായേലും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു, യോഗ്യത നേടിയിരിക്കുന്നു. 2 ടീമുകളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ടീം ഗബ്രിയേൽ, നിങ്ങൾക്ക് വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ടായി, എങ്കിൽ കൂടിയും അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഈ മത്സരത്തിന്റെ യഥാർത്ഥ നായിക അവിടെ സപ്പോർട്ടേഴ്സ് ടീമിന്റെ കൂടി ഇരിപ്പുണ്ട്. രോഗബാധിതയായിട്ട് കൂടി കർത്താവിന്റെ വചനത്തോടുള്ള സ്നേഹം നിമിത്തം ഇവിടെ വരികയും മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീം മൊത്തത്തിൽ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. ഇത് കാണുന്ന എല്ലാ അമ്മമാർക്കും ഇത് വലിയ ഒരു ആവേശം തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ മത്സരത്തിലെ പരാജയം ഒരിക്കലും വലിയ പരാജയമായി കണക്കാക്കാതെ നിങ്ങൾക്കിവിടെ ഈ പ്രതിസന്ധികൾക്കിടയിലും നിങ്ങൾക്ക് വന്ന് മത്സരിക്കാൻ സാധിച്ചു എന്നത് തന്നെ നിങ്ങളുടെ വലിയ വിജയം തന്നെയാണ്. ചെറിയൊരു പരാജയമാണ്, നിങ്ങൾ അവസാനം വരെ പൊരുതുകയുണ്ടായി. വളരെ ചെറിയ പോയിന്റ് വ്യത്യാസത്തിലാണ് നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം പോയിരിക്കുന്നത്. പക്ഷേ ഇത് മത്സരങ്ങളുടെ അവസാനമൊന്നുമല്ല. ഇനിയും മത്സരങ്ങൾ ഷാലോം ടെലിവിഷനും മറ്റനവധി മത്സരങ്ങൾ, വചനത്തിന്റെ മത്സരങ്ങൾ ഉണ്ടാകും. അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. ഒട്ടും വിഷമിക്കേണ്ടതില്ല. വീണ്ടും മുന്നോട്ട് പോവുക. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, കൂടുതൽ ആരോഗ്യത്തോടെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അമ്മമാർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അമ്മമാരുടെ വചനത്തിന്റെ ഈ പങ്കുവെക്കലിൽ നമുക്ക് ഏവർക്കും പങ്കാളികളാകാം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ഒരുമിച്ച് ചേർന്നുള്ള ഈ ക്വിസിന്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുമ്പോൾ ഇന്ന് 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ടീമിന് ഷാലോം ടെലിവിഷന്റെ പ്രത്യേക സമ്മാനമുണ്ട്. അവര് മുന്നോട്ട് കടന്നു വന്ന് ആ സമ്മാനം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ മുന്നോട്ട് കടന്നു വരിക.
ഷാലോം ടെലിവിഷൻ നൽകുന്ന പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ലോകത്തിനു വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന പുസ്തകവുമാണ് സമ്മാനമായി നൽകുന്നത്. ടീം അംഗങ്ങൾ കടന്നു വന്ന് സമ്മാനം ഏറ്റുവാങ്ങും. വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഒരു എപ്പിസോഡ് കൂടി പൂർത്തിയാകുമ്പോൾ മാതാക്കളുടെ വചനത്തോടുള്ള തീഷ്ണത നാം തൊട്ടറിയുകയാണ്. എത്രമാത്രം തീഷ്ണതയോടുകൂടിയാണ് അവർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. രോഗമോ മറ്റ് അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഞങ്ങളെ തളർത്തുകയില്ല എന്നുള്ള നിശ്ചയദാർഢ്യം നമ്മളെ ഏവരെയും അഭിമാനപൂരിതരാക്കുന്നു. അവരെയെല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അമ്മമാരുടെ ഈ വചനത്തിൻ്റെ ഉത്സവത്തിൽ നമുക്ക് വീണ്ടും പങ്കാളികളാകാം. അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും ഗുഡ് ബൈ.